ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധത്തിലെ എട്ടാം അധ്യായം. ശ്രീ ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ സപ്തമസ്കന്ധേ അഷ്ടമോധ്യായഃ. നാരദ ഉവാച അഥ ദൈത്യസുതാ സർവേ ശ്രുത്വാ തദനുവർണിതം ജഗൃഹുർനിരവധ്യത്വാത് നൈവ ഗുർവനുശിക്ഷിതം. അഥ ദൈത്യസുതാ സർവേ ശ്രുത്വാ തദനുവർണിതം ജഗൃഹുർനിരവധ്യത്വാത് നൈവ ഗുർവനുശിക്ഷിതം. അസുരപുത്രന്മാർ പ്രഹ്ലാദലാൻ ക്രമത്തിൽ വർണ്ണിക്കപ്പെട്ട ഓരോന്നായിട്ട് വർണ്ണിച്ചു കൊടുത്തത് അത് കേട്ടിട്ട് ശ്രവിച്ചിട്ട് ദോഷമില്ലായ്മ ഹേതുവായിട്ട് അതൊരു കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നിയിട്ട് അതിനെ സ്വീകരിച്ചു. ആ ഗുരുവിനാൽ അനുശാസിക്കപ്പെട്ടതിനെ അവർ മനസ്സിലാക്കിയില്ല. ശരിക്കുള്ള ഗുരു പറഞ്ഞു കൊടുത്ത് അവർ മനസ്സിലാക്കിയില്ല. മറിച്ച് പ്രഹ്ലാദൻ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നിയത് കൊണ്ട് അതിനകത്ത് വലിയ പ്രത്യേകത ആയിട്ടൊരു കുഴപ്പമൊന്നും പറയുന്നില്ല. നമുക്കും തോന്നിയോ വല്ല പ്രശ്നവും ഇല്ല. അത് കാരണം നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തതെന്ന് നമുക്കും തോന്നുന്നു. പക്ഷേ അസുര രാജാവായ ഹിരണ്യകശിപുവിന് അത് തോന്നണമെന്നില്ല. അതാണ് ഇനിയത്തെ പറയുന്ന കാര്യങ്ങൾ അതായിരിക്കും. അപ്പോൾ ഇത് ഗുരു ശരിക്കുള്ള ഗുരുവിനാൽ പറയപ്പെട്ട കാര്യങ്ങളെക്കാൾ മികച്ചതാണ് ഇതെന്ന് ആ കുട്ടികൾക്ക്, അവരുടെ സഹപാഠികൾക്ക്, പ്രഹ്ലാദൻ്റെ സഹപാഠികൾക്ക് തോന്നി. ശ്രുത്വാ തദപ്രിയം തദപ്രിയം ദൈത്യോ. അതിന് മുമ്പ് ഒരെണ്ണമുണ്ട് കേട്ടോ. അഥാചാര്യസുതസ്തേഷാം ബുദ്ധിമേകാന്തസംസ്ഥിതാം ആലക്ഷ്യഭീതസ്ത്വരിതോ രാജ്ഞ ആവേദയത് യഥാ. ഭീതസ്ത്വരിതോ രാജ്ഞ, ആജ്ഞ എന്നല്ല രാജ്ഞ എന്നാണ്, രാജാവിനായിക്കൊണ്ട് രാജ്ഞ അങ്ങനെയാണ്. അഥാചാര്യസുതസ്തേഷാം ബുദ്ധിമേകാന്തസംസ്ഥിതാം ആലക്ഷ്യഭീതസ്ത്വരിതോ രാജ്ഞ ആവേദയത് യഥാ. ആ ശിഷ്യന്മാരുടെ ബുദ്ധി ഒറ്റ ഏകനായ പരമാത്മാവിൽ ഉറപ്പിച്ച് ഇരിക്കുന്നതായിട്ട് കണ്ട ആ ചണ്ടാമർക്കന്മാർ ഭയപ്പെട്ടു. ആ വേഗത്തിൽ രാജാവിനെ ചെന്ന് കണ്ട് സത്യമായ ആ അവസ്ഥ ബോധിപ്പിച്ചു. ശ്രുത്വാ തദപ്രിയം ദൈത്യോ ദുസ്സഹം തനയാനയം കോപാവേശതലദ്ഗാത്രഃ പുത്രം ഹന്തും മനോദധേ. തനിക്ക് ഒട്ടും പ്രിയമല്ല, അത് അപ്രിയം. ശ്രുത്വാ, എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ആ വാക്കുകൾ, പുത്രൻ്റെ ആ മര്യാദ വിട്ട കാര്യങ്ങളെ, ആ സമ്പ്രദായത്തെ, എന്തിനോടാണ് അടുത്ത് നിൽക്കുന്നതെന്നുള്ളത് കേട്ടപ്പോൾ കോപാവേശ നിമിത്തം ഹിരണ്യകശിപുവിൻ്റെ ശരീരം ഒട്ടാകെ വിറച്ചു. പുത്രനെ ഇല്ലാതാക്കാൻ, ഹന്തും മനോദധേ, പുത്രനെ ഇല്ലാതാക്കാൻ, കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചു, അതിനെ തീരുമാനിച്ചു. ക്ഷിപ്ത്വാ പരുഷയാ വാച പ്രഹ്ലാദമദർഹണം ഹേക്ഷമാണപാപേന തിരശ്ചീനേന ചക്ഷുഷാ പ്രശ്രയാവനദം ദാന്തം ബദ്ധാഞ്ജലിമവസ്ഥിതം സർപ്പപദാഹതൈവ ശ്വസൻ പ്രകൃതിദാരുണഃ. സർപ്പപദാഹതൈവ ശ്വസൻ പ്രകൃതിദാരുണഃ. ക്ഷിപ്ത്വാ പരുഷയാ വാച പ്രഹ്ലാദമദർഹണം ആഹേക്ഷമാണപാപേന തിരശ്ചീനേന ചക്ഷുഷാ പ്രശ്രയാവനദം ദാന്തം ബദ്ധാഞ്ജലിമവസ്ഥിതം സർപ്പപദാഹത ഇവ ശ്വസൻ പ്രകൃതിദാരുണഃ. പ്രഹ്ലാദനെ പ്രശ്രയാവനതം, വിനയത്താൽ നമസ്കരിച്ചവനും ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ചവനും ബദ്ധാഞ്ജലി എന്നുവെച്ചാൽ കൈകൂപ്പിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നതായ ആ പ്രഹ്ലാദനെ രോഷത്തോടു കൂടിയും, അതായത് പാപം ചെയ്തവനായിട്ട് കണ്ട് ദേഷ്യപ്പെട്ട് വക്രമായിരിക്കുന്ന കണ്ണൊക്കെ വല്ലാതെ, നമ്മൾ ദേഷ്യം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഷ്ടകളാണ് വർണ്ണിച്ചിരിക്കുന്നത്. നോക്കുന്നവനായിട്ട് അതിന് അർഹിക്കുന്നവനല്ലെങ്കിലും പരുഷമായ വാക്കുകൊണ്ട്, പ്രഹ്ലാദന് ഇത് അർഹിക്കുന്നില്ല, എന്നാലും പരുഷമായ വാക്കുകൊണ്ട് തിരസ്കരിച്ചിട്ട് പാദത്താൽ ഹനിക്കപ്പെട്ട സർപ്പ എന്നുവെച്ചാൽ പാദത്താൽ ചവിട്ടപ്പെട്ട, നമ്മുടെ കാലുകൊണ്ട് ഒരു സർപ്പത്തിനെ ചവിട്ടിയാൽ എങ്ങനെയായിരിക്കുന്നത്? സർപ്പം എന്ത് ചെയ്യും? തല പൊക്കി
നമ്മളെ കടിക്കും. അതുതന്നെ ആ അവസ്ഥ. ആ സർപ്പം എന്ന പോലെ ശ്വസിച്ചുകൊണ്ട് ചീറ്റിക്കൊണ്ട് എന്ന് പറയില്ലേ, ചീറ്റിക്കൊണ്ട്. സർപ്പത്തിനെ നമ്മൾ ചവിട്ടിയാൽ ആ പാമ്പിനെ ചവിട്ടിയാൽ പാമ്പ് ചെയ്യുന്നത് ആദ്യം ചീറ്റും, എന്നിട്ട് ഒറ്റ കടി തരും. ആ അവസ്ഥയിൽ നിൽക്കുക. ആ സംഭവത്താൽ ക്രൂരനായ അവൻ ഇപ്രകാരം പറഞ്ഞു. ഹിരണ്യകശിപുരുവാച ഹേ ദുർവിനീതമന്ദാത്മൻ കുലഭേദകരാധമാ. അധമാന്നാണ് വിളിക്കുന്നത്. അത്ര മോശമായവനെ. ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകരാധമാ സ്തബ്ധം മത്ശാസനോദ്ധോതം നേഷ്യേ ത്വാദ്യ യമക്ഷയം. യമലോകത്തേക്ക് വിടുന്നു ഞാൻ. യമലോകത്തേക്ക് എൻ്റെ ശാസനം തിരസ്കരിച്ചവനും പിന്നെ സ്തബ്ധം അഹംഭാവമുള്ളവരുമായ അഥവാ നിന്നെ ഇപ്പോൾ തന്നെ ക്ഷണത്തിൽ നിന്നെ ഞാൻ യമലോകത്തേക്ക് നയിക്കുന്നു. നിന്നെ അങ്ങോട്ട് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം നിന്നെ നയിക്കുന്നു എന്ന് വെച്ചാൽ നിന്നെ ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞു വിടും എന്ന് പറയുക. ക്രുദ്ധസ്യ യസ്യ കമ്പന്തേ ത്രയോ ലോകാ സഹേശ്വരാഃ തസ്യ മേ ഭീതവന്മൂഢ ശാസനം കിം ബലോത്യഗാഹാം. ക്രുദ്ധസ്യ യസ്യ കമ്പന്തേ ത്രയോ ലോകാ സഹേശ്വരാഃ തസ്യ മേ ഭീതവന്മൂഢ ശാസനം കിം ബലോത്യഗാഃ. മൂഢ, ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ആ വൈഭവത്തെക്കുറിച്ചൊന്ന് പറയുക. ഞാൻ ആരാണെന്ന്, ആരുടെ കോപത്താലാണ് ലോകപാലന്മാരോട് കൂടി ഈ 3 ലോകങ്ങളും ഭയപ്പെട്ട് വിറയ്ക്കുന്നത്. എൻ്റെ അത്രയും വീര്യമുള്ളതായ എൻ്റെ കൽപ്പനയെ തിരസ്കരിക്കുന്നോ, അതിനെ കൂട്ടാക്കാതെ, അതിനെ വിലക്കെടുക്കാതെ ഏത് ബലം കണ്ടിട്ടാണ് നീ അതിക്രമിച്ച് ഇങ്ങനെ നടക്കുന്നത്? നീ എന്തുദ്ദേശത്തിലാണ് നടക്കുന്നതെന്ന്. പ്രഹ്ലാദ ഉവാച. പ്രഹ്ലാദൻ പറഞ്ഞു, ന കേവലം മേ ഭവതശ്ച രാജൻ സവൈ ബലം ബലിനാം ചാപരേഷാം പരേവരേമി സ്ഥിരജംഗമായേ ബ്രഹ്മാദയോ യേന വശം പ്രണീതാം. പ്രഹ്ലാദൻ പറഞ്ഞു, എന്ത് ബലം കണ്ടിട്ടാണ് എൻ്റെ കൽപ്പനയെ ഉല്ലംഘിക്കുന്നത് എന്നുള്ള ആ ചോദ്യത്തിന് 4 പദ്യങ്ങൾ കൊണ്ടാണ് പ്രഹ്ലാദൻ മറുപടി പറയുന്നത്. അല്ലയോ രാജൻ, ആരാണോ സ്വന്തം മഹിമയാൽ ബ്രഹ്മാദികളായ ദേവന്മാരെയും പല വിധത്തിലുള്ള കാണപ്പെടുന്ന ഈ ചരാചരങ്ങളെയും ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള അതിൻ്റെ സ്വാധീനത്തിൽ വെച്ചിരിക്കുന്നത്, ആരാണോ അത് ചെയ്തിരിക്കുന്നത്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ആരാണോ അവൻ തന്നെയാണ് എനിക്ക് ബലം. എനിക്ക് മാത്രമല്ല അങ്ങേക്കും അതെ, അന്യരായ ബലവാന്മാർക്കും എല്ലാം അവൻ തന്നെയാണ് ബലം എന്ന് പറഞ്ഞു. സ ഈശ്വരകാല ഒരു ക്രമോ സൗ നാക്കുക. അത് പിന്നെ ഓജസഹ സത്വബലേന്ദ്രിയാത്മാ സയേവ വിശ്വം പരമസ്വശക്തിഭിः സൃജത്യവത്യത്തി ഗുണത്രയേശാം. ഈ ചരാചരങ്ങളെയൊക്കെ അധീനത്തിലാക്കിയതിന് കാരണം പറയുന്നു. അതായത് 3 അടി കൊണ്ട് 3 ലോകങ്ങളെയും സ്വാധീനമാക്കിയ പരാക്രമശാലിയാണ് അവന്. അങ്ങനെ ആ ഭഗവാന്റെ മഹിമയെ ഒന്ന് വർണ്ണിച്ച് കേൾപ്പിക്കുന്നു. അത്രയും മനസ്സിലാക്കാം നമുക്ക്. നിങ്ങൾ വാക്കുകൾ കൊണ്ടൊന്നും അങ്ങനെ ഒത്തിരി പഠിക്കുന്നില്ല നമ്മൾ. പാഠഭാഗം അങ്ങ് തീർന്നോട്ടെ. 4 ശ്ലോകങ്ങൾ കൊണ്ടൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുക. സ ഈശ്വരകാല ഒരു ക്രമോസൗ ഓജസഹ സത്വബലേന്ദ്രിയാത്മാ സ ഏവ വിശ്വം പരമസ്വശക്തിഭി സൃജത്യവത്യത്തി ഗുണത്രയേശ. അങ്ങനെ പറഞ്ഞു. എല്ലാവർക്കും അവൻ തന്നെയാണ് ആലംബം, ആശ്രയം എന്ന് പറയുക. ജഹ്യാസുരം ഭാവമിമം ത്വമാത്മനഃ സമം മനോധൽസ്വ ന സന്ധി വിദ്വിഷഃ ഹൃദയജിതാദാത്മന ഉത്പഥസ്ഥിതാത് തദ്ഹി ഹ്യനന്തസ്യ മഹത് സമാർഹണം. അതൊന്ന് വായിക്കാൻ ഇത്തിരി എല്ലാ വാക്കുകളും ഇത്തിരി ഇങ്ങനെ നമുക്ക് എടുത്തെടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ പ്രയാസമൊന്നുമില്ല, ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ജഹ്യാസുരം ഭാവമിമം ത്വമാത്മനഃ സമം മനോധൽസ്വ ന സന്ധി വിദ്വിഷഃ ഹൃദയജിതാത് ആത്മന. ഹൃദയജിതാത് എന്നാക്കിയിട്ട് ആത്മന എന്ന് എഴുതിക്കും. അപ്പം 2 തായും ദായും വരുമ്പോൾ സംശയം വേണ്ട. ഹൃദയജിതാത് ആത്മന ഉത്പഥസ്ഥിതാത് തദ്ഹി ഹി അനന്തസ്യ തദ്ഹി ഹി അനന്തസ്യ മഹത് സമരിഹണം.
ദസ്യോൻപുരാ ഷണ്ണവിജിത്യലുംബതോ മന്യന്ത ഏകേ സ്വജിതാദിശോ ദശാചിതാത്മനോജ്ഞസ്യ സമസ്യ ദേഹിനാം സാധോ സ്വമോഹപ്രഭവാ കുതഃ പരേ. ദസ്യോൻപുരാ ഷണ്ണ വിജിത്യ ലുംബതോ മന്യന്ത ഏകേ സ്വജിതാ ദിശോ ദശ ജിതാത്മനോജ്ഞസ്യ സമസ്യ ദേഹിനാം സാധോ സ്വമോഹപ്രഭവാ കുതഃ പരേ. അങ്ങനെ ആ 4 ശ്ലോകങ്ങൾ കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഹിരണ്യകശിപു തിരിച്ചു പറയുക. ഹിരണ്യകശിപുരുവാച വ്യക്തം ത്വം മർത്തുകാമോസി യോതിമാത്രം വിഗദ്ധസേ മുമുർഷൂണാം ഹിമന്താത്മൻ നനുസ്യോർവിപ്ലവാഗിരഹ. വ്യക്തം ത്വം മർത്തുകാമോസി യോതിമാത്രം വിഗദ്ധസേ മുമുർഷൂണാം ഹിമന്താത്മൻ നനുസ്യോർ വിപ്ലവാഗിരഹ. ഞാൻ ശത്രുക്കളെ ജയിച്ചവനല്ല, നീ തന്നെയാണ് ശത്രുക്കളെ ജയിച്ചവൻ എന്ന അർത്ഥത്തെ സൂചിപ്പിച്ചതിനാൽ എന്നെ നിന്ദിച്ച നിന്നെ പുകഴ്ത്തിയും കൊണ്ട് അധികം സംസാരിക്കുന്ന നീ മരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിശ്ചയം. കാരണം നീ പറഞ്ഞാലൊന്നും കേൾക്കാൻ പാടില്ല, നിന്നെ കൊല്ലുക തന്നെ രക്ഷയുള്ളൂ. കാരണം നീ പല കാര്യങ്ങളായി പറയുന്നതേ. അതായത് പ്രഹ്ലാദനോട് പറയുക, ഇത് ലോകത്തിൽ സാധാരണ കണ്ടുവരുന്നതുമാണ്. അതായത് അത് അധിക പ്രസംഗം പറയുന്നത് അല്ലെ ബുദ്ധിഹീന, അതാ മന്ദാത്മൻ, മരിക്കാൻ ഭാവിക്കുന്നവരുടെ വാക്കുകൾ അന്യോന്യം സംബന്ധമില്ലാത്ത, കാരണം ജൽപ്പനമായി മാറും, ബന്ധമില്ലാത്തതായിട്ട് തോന്നും. മരിക്കാൻ തുടങ്ങുന്നവൻ്റെ ആ വാക്കുകൾ അത് സ്പഷ്ടമല്ലായിരിക്കും, സമ്പുഷ്ടത നിറഞ്ഞതല്ലായിരിക്കും, വെറുതെ ജൽപ്പനങ്ങളായിരിക്കും എന്ന് പറയുക. ആരോട്? പ്രഹ്ലാദനോട് ഹിരണ്യകശിപു. യസ്ത്വയാമന്ദഭാഗ്യോക്തോ മദന്യോ ജഗതീശ്വരഃ ക്വാസൗ യതി ന സർവത്ര കസ്മാസ്തംഭേ ന ദൃശ്യത്തെ. യസ്ത്വയാമന്ദഭാഗ്യോക്തോ മദന്യോ ജഗതീശ്വരഃ ക്വാസൗ യതി സർവത്ര കസ്മാത് സ്തംഭേ ന ദൃശ്യത്തെ. എടാ ഭാഗ്യമില്ലാത്തവനെ, നിന്നെ മരിക്കാൻ പോകണമല്ലോ, അതുകൊണ്ട് ഭാഗ്യമില്ലാത്തവനെ, ഞാനല്ലാതെ അന്യനായിട്ട് ഏത് ഈശ്വരനുണ്ടെന്നാണ് നീ പറയുന്നത്? അവൻ എവിടെയുണ്ട് എന്ന ചോദ്യത്തിന് സർവ്വദിക്കിലുമുണ്ടെന്ന് പ്രഹ്ലാദൻ ഉത്തരം പറഞ്ഞപ്പോൾ, അങ്ങനെയാണല്ലോ പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ സ്തംഭത്തിലില്ലാതിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. സ്തംഭത്തിലുണ്ടോ എന്നല്ല ചോദിച്ചത്, എന്തുകൊണ്ടാണ് സ്തംഭത്തിലില്ലാതിരിക്കുന്നത് എന്ന് ഹിരണ്യകശിപു പറഞ്ഞ ഉടനെ പ്രഹ്ലാദൻ ആ സ്തംഭത്തെ വളരെ നല്ല സൂക്ഷിച്ചു നോക്കി. അതിൽ ഭഗവാനെ കണ്ട് നമസ്കരിച്ചുകൊണ്ട് ഞാനതിൽ ഭഗവാനെ കാണുന്നു എന്ന് പറഞ്ഞു. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടിയുടെ ധൈര്യം, ആ കുട്ടിയുടെ വിശ്വാസം, ആ പ്രഹ്ലാദൻ്റെ വിശ്വാസമാണ് അതിനകത്തുണ്ട്. ഭഗവാൻ ഇതിനകത്തുണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അതുകൊണ്ടാണ് അതിനകത്ത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭഗവാനെ കണ്ടത്. അപ്പോൾ ഇത്രയും ഒക്കെ പറഞ്ഞിട്ടും ഈ സ്തംഭത്തിൽ നീ എന്തുകൊണ്ടാണ് അതിനെ കാണാത്തത്? ഈ സ്തംഭത്തിൽ ഇല്ലാതിരിക്കുന്നത് എന്ന് വെച്ചാൽ ഹിരണ്യകശിപുവിന് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് സ്തംഭത്തിൽ ഇല്ലാതിരിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഈ സ്തംഭത്തിൽ ഉണ്ടോ എന്നല്ല ചോദിച്ചത്, ഈ സ്തംഭത്തിൽ ഇല്ലാതിരിക്കുന്നത് എന്താണ്? സ്തംഭേ ന ദൃശ്യതേ. കണ്ടോ? അതിനകത്ത് കസ്മാത് സ്തംഭേ ന ദൃശ്യ, ഈ സ്തംഭത്തിൽ എന്തുകൊണ്ടാണ് കാണാത്തത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ മറുപടി പറയുന്നത് കാണുന്നുണ്ടെന്ന്. സോഹം വിഗദ്ധമാനസ്യ ശിരകായാധരാമിതേ ഗോപായേത ഹരിഹി ത്വാദ്യ എന്നാണ്. ഒന്നിച്ച് വായിച്ചാൽ മതി. ഗോപായേത ഹരിസ്ത്വാദ്യ യസ്തേ ശരണമീപ്സിതം സോഹം വിഗദ്ധമാനസ്യ ശിരകായാധരാമിതേ. ഹരാമി, ദേഹത്തിൽ നിന്ന് ഹരാമി, ഹരിക്കുന്നേൻ, ഇല്ലാതാക്കുന്നു. അതാ ഗോപായേത ഹരിസ്ത്വാദ്യ യസ്തേ ശരണമീപ്സിതം. ഈ സ്തംഭത്തിൽ നീ ഹരിയെ കാണാതിരിക്കുന്ന ഹിരണ്യകശിപു പിന്നെയും പ്രഹ്ലാദനോട് പറയുന്നതിന് വിപരീതം പറയുന്നു നിൻ്റെ ശിരസ്. നീ പിന്നെയും പറയുന്നുണ്ടെന്ന്. അവിടെ ഒന്നും ഇല്ല, ഞാൻ കാണുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ നീ കാണുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. ശരീരത്തിൽ ഇപ്പോൾ ഞാൻ വേർപെടുത്തുന്നുണ്ട് ശിരസിനെ വേർപെടുത്തിയാൽ മരിക്കുമല്ലോ. നിൻ്റെ ഇഷ്ടപ്പെട്ട ആ രക്ഷാപുരുഷൻ ഈ ആണ്. ആ ഹരി വന്ന് നിന്നെ രക്ഷിക്കയില്ലെന്നുള്ള വിചാരത്തിലാണ് പറഞ്ഞതെങ്കിലും രക്ഷിക്കട്ടെ എന്നുള്ള അനുഗ്രഹവാക്ക് ആണ് മുഖത്തു നിന്ന് പുറപ്പെട്ടത്. നിന്നെ ആ ഹരി വന്ന് രക്ഷിക്കട്ടെ എന്ന് നമ്മൾ പറയൂലേ, ആ രീതിയിലാണ് പറഞ്ഞതെങ്കിലും അത് അച്ഛൻ പറഞ്ഞതാണ്, അതൊരു അനുഗ്രഹമായിട്ട് തന്നെ ഭാവിച്ചു. അതും ഒരു വിശേഷപ്പെട്ട പ്രയോഗമാണ്. വാക്കിൻ്റെ പ്രയോഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. നമ്മൾ ആ കഥകൾ കേട്ട് പോകുമ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് ഓർക്കണം. പറയുന്നതേ
അത് ഇത് ഒരു സപ്താഹത്തിൽ കേട്ടതാണ്, സ്വാമിജിയുടെ സപ്താഹം അല്ല, വേറെ ഏതോ ഒരു സപ്താഹത്തിൽ ഈ കാര്യം എടുത്ത് പറയുന്നത് കേട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇത്രയും വ്യക്തമായിട്ട് തന്നെ പറഞ്ഞത്. കാരണം ഇല്ലാത്തതിനെ നീ അതിനകത്തില്ലല്ലോ, പിന്നെ അതിനകത്ത് ഉണ്ടോ എന്ന് ചോദിക്കുന്നതായിട്ട് എങ്കിൽ നീ പറയും ഇനി ഇതിനകത്തുണ്ടോ എന്ന് ചോദിക്കുകയല്ലായിരുന്നു ചെയ്തത്. ഇതിനകത്ത് സത്യമായിട്ടിരിക്കുന്നില്ലാത്ത നീ ആ സ്തംഭത്തിലില്ല, ഈ സ്തംഭത്തിൽ എന്താ കാണാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഈ സ്തംഭത്തിൽ കാണുന്നില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടാണ് പറയുന്നത്. ഈ ഇല്ലാത്ത ആ സ്തംഭത്തിൽ ഇല്ലാത്ത ഇരിക്കുന്നതായിട്ട് ഹരി നിന്നെ വന്ന് രക്ഷിക്കട്ടെ, ഞാനിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ, ആ രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു അനുഗ്രഹം പോലെ വന്നുപോയി, അച്ഛൻ്റെ വാക്ക് മിഥ്യയാകാതെ വന്നു, നിന്നെ ആ ഭഗവാൻ രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് മുമ്പ് പറഞ്ഞ വാചകം കൂടെ കൂട്ടിച്ചേർത്താലേ ആ ഹിരണ്യകശിപുവിൻ്റെ ഉദ്ദേശം മനസ്സിലായുള്ളൂ. ഹിരണ്യകശിപു പറഞ്ഞത് ഇതിനകത്തില്ലാത്ത ആ ഈശ്വരൻ വന്ന് നിന്നെ രക്ഷിക്കട്ടെ, ഞാനൊന്ന് കാണട്ടെ രക്ഷിക്കുന്നതെന്ന് ഉള്ള ചോദ്യം പോലെ നിന്നെ ആ ഹരി രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. ഹരി വന്നു. അടുത്തതിൽ ഏവം ദുരുക്തൈർമുഹുരർദ്ധയൻ രുഷാ സുതം മഹാഭാഗവതം മഹാസുരഃ ഖഡ്ഗം പ്രഗൃഹ്യോത്പതിതോ വരാസനാത്. പ്രഗൃഹ്യോത്പതിതോ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോണം. ഖഡ്ഗം വാള്, പ്രഗൃഹ്യോത്പതിതോ വരാസനാഥ സ്തംഭം തതാടാതിബല സ്വമുഷ്ടിന അതിബലമുഷ്ടിന സ്വമുഷ്ടി കൊണ്ട് കൈകൊണ്ട് സ്തംഭത്തെ താടിച്ചു. തതാടാതിബല സ്വമുഷ്ടിന ആ മുഷ്ടി കൊണ്ട് നല്ല ശക്തമായിട്ട് ആ സ്തംഭത്തെ ആ കൈ കൂട്ടിവെച്ച് ആ വാളും കൂടെ കൂട്ടിവെച്ച് താടിച്ചു. തദൈവ തസ്മിൻ നിനദോതിഭീഷണോ ബഭൂവയേന അണ്ഡകടാഹമസ്ഫുടത് യം വൈ സ്വധിഷ്ണ്യോപഗതം ത്വജാതയഃ ശ്രുത്വാ സ്വധാമാപ്യയമംഗമേനിരേ. തദൈവ തസ്മിൻ നിനദോതിഭീഷണോ ബഭൂവയേന അണ്ഡകടാഹമസ്ഫുടത് യം വൈ സ്വധിഷ്ണ്യോപഗതം ത്വജാതയഃ ശ്രുത്വാ സ്വധാമാപ്യയമംഗമേനിരേ. അപ്പോഴാണ് എന്താ സംഭവിക്കുന്നത്? ആ മൃഗനര സമ്മിശ്ര രൂപത്തെ സ്വീകരിച്ച സ്തംഭത്തിൽ നിന്ന് അത് പറയുന്നേ ഉള്ളൂ, സഭാമധ്യത്തിൽ കാണപ്പെട്ടു. അതല്ലേ തദൈവ തസ്മിൻ നിനദോധിഭീഷണോ ബഭൂവയേന അണ്ഡകടാഹമസ്ഫുടത് യം വൈ സ്വധിഷ്ണ്യോപഗതം ത്വജാതയ ശ്രുത്വാ സ്വധാമാപ്യയമംഗമേനിരേ. അല്ലെ പൂജ്യനായ യുധിഷ്ഠിര മഹാരാജാവെ പറയുക, കഥ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് യുധിഷ്ഠിരനോട്. സ്തംഭത്തിൽ കൈകൊണ്ടടിച്ചപ്പോൾ അതിഭയം ജനിപ്പിക്കുന്ന ഗംഭീര ശബ്ദം അതിൽ നിന്ന് പുറപ്പെട്ടു. ആ നാദത്തിൻ്റെ ശക്തി കൊണ്ട് അണ്ഡരൂപമായി കടാഹം ആവരണം പിളർന്ന് ശബ്ദം സത്യലോകം വരെ എത്തി. ആ ലോകങ്ങളുടെ നാഥന്മാരായ ബ്രഹ്മാദി ദേവന്മാർ അതിൽ കേട്ടിട്ട് നാശകാലം ആയല്ലോ, ലോകത്തിൻ്റെ നാശകാലമായല്ലോ എന്ന് ബ്രഹ്മാദി ദേവന്മാർ വിചാരിച്ചു. സവിക്രമൻ പുത്രവധേവ് സുരോജസ നിശമ്യ നിർഹ്രാദം അപൂർവമദ്ഭുതം അന്തസ്സഭായാം ന ദദർശ തത്പദം വിതത്ര സുർ യേന സുരാരിയൂഥപാഹ ന വിക്രമൻ പുത്രവധേവ് സുരോജസ നിശമ്യ നിർഹ്രാദം അപൂർവമദ്ഭുതം അന്തസ്സഭായാം ന ദദർശ തത്പദം വിതത്ര സുര്യേന സുരാരിയൂഥപ. ആശ്ചര്യജനകം അപൂർവമായ ഇങ്ങും കേട്ടിട്ടില്ലാത്ത ആ അലർച്ചയെ കേട്ടിട്ട് പുത്രനെ വധിക്കാൻ ആഗ്രഹിക്കുന്ന അവൻ മനസ്ഥൈര്യത്തോടു കൂടി തന്നെ ആ പരാക്രമത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ആ സഭാമധ്യത്തിൽ അതിൻ്റെ സ്ഥാനത്തെ കണ്ടില്ല. ആ സുരാരിയൂഥപ അസുര സേനാധിപന്മാർ വളരെയധികം ഭയപ്പെട്ടു. എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന്. അതാണ് ഈ ശ്ലോകമാണ് ഈ വരുന്നത് 18ാമത്തെ ശ്ലോകത്തിലാണ് നരസിംഹ അവതാരം. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മനഃ അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ
സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ആചാര്യന്മാരത് വായിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് കുളിര് കോരും. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണത് ആ ശ്ലോകം ഒന്ന് ചൊല്ലുന്നത് ഒറ്റ ശ്വാസത്തിൽ. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മനഃ അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. സ്തംഭത്തിൽ നിന്ന് വന്നു ആര്? സത്യം വിധാതും, അത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഭൃത്യഭാഷിതം, ഭൃത്യൻ്റെ ഭാഷ, ഭൃത്യൻ്റെ വാക്ക് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ആ ഭഗവാൻ അവതരിച്ചു അവിടെ. എങ്ങനെയാണ്? അദൃശ്യതാത്യ അദ്ഭുത രൂപം, ഒരു അദ്ഭുത രൂപമായിട്ടാണ്. എന്താണ്? ന മൃഗം ന മാനുഷം, മൃഗവുമല്ല മനുഷ്യനുമല്ലാത്ത ഒരു രൂപത്തെ ഭഗവാൻ സ്വീകരിച്ച സ്തംഭത്തിൽ നിന്ന് ഇറങ്ങി. ഹരി ഓം.